ഹായ് കൂട്ടുകാരെ, CC+ൻ്റെ കളരി ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. നമ്മൾ മലയാളം എഴുതുമ്പോൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ് ചിഹ്നങ്ങൾ, അല്ലേ? മലയാളത്തിൽ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് പോലെയല്ല, ഒട്ടനവധി ചിഹ്നങ്ങളുണ്ടല്ലേ? ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരുന്ന ചിഹ്നങ്ങളും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു അക്ഷരമാണ് ക, അല്ലേ? ഈ ക എന്ന് പറഞ്ഞ അക്ഷരത്തിൽ സ്വരചിഹ്നങ്ങൾ ചേർത്ത് നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ ക എന്ന് പറയുന്ന അക്ഷരം, അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ ചിഹ്നം ഏതിൻ്റെയാണ്? നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ആ എന്ന് പറഞ്ഞ അക്ഷരത്തിൻ്റെയാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ചിഹ്നം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, തുടങ്ങാം. ക കഴിഞ്ഞാൽ അടുത്ത അക്ഷരം നമുക്ക് ഏതാണ്? കാ. അപ്പോൾ ഇവിടെ ആയുടെ ചിഹ്നം ചേർത്തു. ഏതക്ഷരം വരുമ്പോഴും എന്താണ്? കായുടെ കൂടെ ആയുടെ ചിഹ്നം വന്നപ്പോൾ കാ. അതേപോലെ മായുടെ കൂടെ ആയുടെ ചിഹ്നം വരുമ്പം മാ, അല്ലേ? എല്ലാം ഒന്ന് നീട്ടി അങ്ങ് ഉച്ചരിച്ച് കഴിഞ്ഞാൽ ആയുടെ ചിഹ്നമായി. ആ കഴിഞ്ഞ അടുത്ത സ്വരാക്ഷരം ഏതാണ്? നമ്മളെല്ലാവരും സ്വരാക്ഷരം പഠിച്ചിട്ടുള്ളവരാണ്. ആ കഴിഞ്ഞ അടുത്ത സ്വരാക്ഷരം ഇ. അപ്പോൾ കായുടെ കൂടെ നമുക്കൊന്ന് ഈയുടെ ചിഹ്നം ചേർത്ത് എഴുതി നോക്കാം. നമ്മൾ എങ്ങനെ വായിക്കും? കി, അല്ലേ? കായുടെ കൂടെ ഈയുടെ ചിഹ്നം ചേർത്ത് കഴിഞ്ഞാൽ കി എന്ന് വായിക്കും. അപ്പോൾ പായുടെ കൂടെ ഈയുടെ ചിഹ്നം വന്നാൽ എങ്ങനെ വായിക്കണം? പറഞ്ഞേ, പി. അങ്ങനെയല്ലേ വായിക്കേണ്ടത്? ഇനി നമ്മൾ എന്താണ്? ഈയുടെ ചിഹ്നം കഴിഞ്ഞാൽ ഈ സ്വരാക്ഷരങ്ങളിൽ ഈ കഴിഞ്ഞിട്ടുള്ള അക്ഷരമാണ് ഈ. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചിഹ്നങ്ങളാണ്, ഇതൊന്നും തെറ്റിക്കരുത് കേട്ടോ. അടുത്തത് ഏതാണ്? ഈ കഴിഞ്ഞാൽ ഉ. കായുടെ കൂടെ ഊൻ്റെ ചിഹ്നം ചേർക്കുമ്പോൾ കു, അല്ലേ? നമ്മൾ എത്ര എണ്ണം പഠിച്ചു? കാ, കി, കീ, കു. ഇനി ഊ ആണ് അടുത്ത സ്വരാക്ഷരം. അപ്പോൾ ഊൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇവിടെ 2 റൗണ്ട് ഇടുമ്പം ഊവായി, അല്ലേ? ഇനി നമ്മൾ എഴുതാൻ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അക്ഷരമാണ് അടുത്ത സ്വരാക്ഷരം. ഏതാണ്? റ് ആണ്, അല്ലേ? അപ്പോൾ റിൻ്റെ ചിഹ്നം എങ്ങനെയാണ് എഴുതാം? നമുക്ക് കുറച്ച് വലുതാക്കി തന്നെ എഴുതി പഠിക്കാം. കായുടെ കൂടെ റിൻ്റെ ചിഹ്നം വന്ന കൃ. ഈ ചിഹ്നം മറന്നു പോകരുത്. ഇതും വേറെ വേറെ ചിഹ്നമാണ്. ഓക്കെ, അപ്പോൾ കായുടെ കൂടെ റ് എന്ന് പറയുന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം വന്നപ്പോൾ അത് എന്തായി? കൃ ആയി, അല്ലേ? അടുത്ത ഏതാണ്? എ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചിഹ്നങ്ങൾ പഠിച്ചു. ആ, ഇ, ഈ, ഉ, ഊ ഇതെല്ലാം ചിഹ്നത്തിൻ്റെ എവിടെയാണ്? വലത്ത് സൈഡിലാണ്. റ് വരെയുള്ള ചിഹ്നങ്ങൾ വലത്ത് സൈഡിലാണ്. ഏടത് വന്നപ്പോൾ എന്തായി? വലതുവശത്തേക്ക് അത് മാറിയിട്ടുണ്ട്. ഇടതുവശത്തേക്ക് എന്ത് ചെയ്തു? അക്ഷരത്തിൻ്റെ ഇടതുവശത്തേക്ക് ആ ചിഹ്നം മാറി. ഇതെല്ലാം വലത്തെ സൈഡിലാണ്, അല്ലേ? ഇതെന്താണ്? ഇടത്തെ സൈഡിലാണ്. എയുടെ ചിഹ്നം ഇടത്തെ സൈഡിലാണ്. അടുത്ത അക്ഷരവും ഏതാണ്? എ. അതും എന്താണ്? ഇടത്തെ സൈഡിലാണ്. അപ്പോൾ എ. അടുത്ത സ്വരാക്ഷരം ഐ. ഇത് തെറ്റിപ്പോകരുത്. നമ്മൾ സ്വരാക്ഷരം എഴുതുമ്പം ഐ എന്ന് എഴുതുമ്പോൾ എന്താണ്? ഒരെണ്ണേ നമ്മൾ ഇടാറുള്ളൂ. പക്ഷേ അത് വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ ഐ എന്ന് പറയുന്ന ചിഹ്നം വരുമ്പം അക്ഷരത്തിൻ്റെ കൂടെ 2 ചിഹ്നം ഇട്ടാലേ ഐ ആവുള്ളൂ, ഇല്ലെങ്കിൽ അത് എ ആകും. അപ്പോൾ ഈ 3 ശ്രദ്ധിക്കുക. എ, ഐ. ഇതെവിടെയാണ്? ഒരു അക്ഷരത്തിൻ്റെ ഇടതുവശത്ത്, അല്ലെങ്കിൽ ഒരു അക്ഷരം എഴുതുന്നതിന് മുൻപാണ് ഐയുടെ ചിഹ്നങ്ങൾ ചേർക്കേണ്ടത്. ഇനി അടുത്തത് ഏതാണ്? ഓ. നമ്മളെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചിഹ്നമാണ്, അല്ലേ? അടുത്തത് ഓ ആണ്. അപ്പോൾ എയുടെ ചിഹ്നം ഇടുക, അക്ഷരം എഴുതുക, ആ ചിഹ്നം ഇടുക. അപ്പോൾ ഇതാണ് ഓയുടെ ചിഹ്നം. അടുത്തത് ഓ. കണ്ടോ? എയുടെ ചിഹ്നം ഇട്ടു, അതേപോലെ ആയുടെ ചിഹ്നം ഇട്ടപ്പോൾ എന്തായി? ഓ. ഇനി അടുത്ത അക്ഷരമാണ് ഏത്? ഔ എന്ന് പറഞ്ഞിട്ടുള്ള സ്വരാക്ഷരം. അപ്പോൾ കോ നമ്മൾ പഠിച്ചു. അടുത്തത് എഴുതാൻ പോകുന്നതാണ് കൗ. കായുടെ കൂടെ ഔൻ്റെ ചിഹ്നം ചേർത്തപ്പോൾ എന്തായി? കൗ. ഇനി 2 കൂടിയേ പഠിക്കാനുള്ളൂ. അടുത്തത് ഏതാണ്? സ്വരാക്ഷരത്തിൽ അവസാനത്തിന് മുൻപുള്ള ആ. ഇത്രയാണ് നമ്മുടെ സ്വരചിഹ്നങ്ങൾ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് ഇത്രയും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഏത് വ്യഞ്ജനാക്ഷരം നമ്മൾ എടുത്തു കഴിഞ്ഞാലും സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും അതിൻ്റെ ഉച്ചാരണങ്ങളും ഇതേ രീതിയിലാണ് എഴുതേണ്ടത്. ഇവിടെ കായ്ക്ക് പകരം തായാണെങ്കിലോ താ തി തീ
തു തൂ ആ രീതിയിൽ നമ്മൾ വായിക്കണം കേട്ടോ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഏത് തന്നെയാണെങ്കിൽ എന്താണ് സ്വരചിഹ്നങ്ങൾ ഏത് തന്നെയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഉച്ചാരണം സമാനമായിരിക്കും. അക്ഷരത്തിൻ്റെ സൗണ്ടിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അതായത് കായ്ക്ക് പകരം തായാവുമ്പോൾ എന്താവും താ അല്ലേ, പാ വന്ന പാ. ആ രീതിയിലാണ് നമ്മൾ മലയാളത്തിൻ്റെ സ്വരചിഹ്നങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെയോ കൂട്ടക്ഷരങ്ങളുടെ കൂടെയോ ഒക്കെ ഉച്ചരിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായോ ചിഹ്നങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചെറിയ ക്ലാസ് കൊണ്ടൊന്നും നമ്മൾ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മളിത് പഠിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്താണ് കൃത്യമായിട്ടൊരു മേൽനോട്ടത്തിൽ നമ്മൾ അക്ഷരങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളും പഠിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് മുന്നിൽ ഒരു ക്രിസ്മസ് വെക്കേഷനൊക്കെയാണ് വരുന്നത്. ചുമ്മാ ഇരിക്കുന്ന സമയത്തിൽ 1 മണിക്കൂർ വീതം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ നിങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പകുതി പ്രശ്നങ്ങളും CCS+നോടൊപ്പം ചേർന്ന് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. താങ്ക്